നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇസ്രായേൽ 1948 ഫോം ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ അതിന് ഒരുപാട് ബിബ്ലിക്കലായിട്ടുള്ള ഒരുപാട് ബേസിസ് ഉണ്ട്. അത് ഞാൻ ഇന്ന് കുറച്ച് ബൈബിളിലെ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. എഹെസ്കേലിൻ്റെ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തുനിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. നേരത്തെ ദൈവം അവരോട് കൽപ്പിച്ചിരുന്നതാണ്. അവരുടെ ശാശ്വത അവകാശമായിട്ടാണ് ആ ഏരിയ കൊടുത്തിരുന്നത്. അതിൻ്റെ ബൗണ്ടറീസ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അത് വായിച്ചു നോക്കാൻ നമുക്ക് നമ്പേഴ്സിൽ പറയുന്ന ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞാണ് സംഖ്യാപുസ്തകത്തിലെ. അതിൻ്റെ ബൗണ്ടറീസ് എല്ലാം കറക്റ്റ് ഉണ്ട്. അന്നേരം അവിടുന്ന് വിട്ടുപോയി, എന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരും എന്ന് ദൈവം പറയുന്നു. എഹെസ്കേൽ പ്രവചനം 37-ന്റെ 11-12 അധ്യായത്തിലും ഇങ്ങനെ തന്നെ പറയുന്നു: മനുഷ്യപുത്രായ അസ്ഥികൾ ഒക്കെ ഇസ്രായേൽ ഗ്രഹം ഒക്കെ ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ അവരോട് പ്രവചിച്ച് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഒരു ഇസ്രായേൽ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകും എന്ന് ദൈവത്തിൻ്റെ വലിയ പ്രോമിസുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ എഹെസ്കേൽ പ്രവചനത്തിൽ അത് പറയുന്നുണ്ട്. എഹെസ്കേൽ 39-ന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ യാക്കോബിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തി ഇസ്രായേൽ ഗ്രഹത്തോട് കരുണ ചെയ്ത് എൻ്റെ വിശുദ്ധ നാമനിമിത്തം തീക്ഷ്ണത കാണിക്കും. ഞാൻ അവരെ ജാതിയുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി അവരുടെ ശത്രുക്കളുടെ ദേശങ്ങളിൽ നിന്ന് അവരെ ശേഖരിച്ച് പല ജാതികളും കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിച്ച ശേഷം ആരും അവരെ ഭയപ്പെടുത്താതെ അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുമ്പോൾ തങ്ങളുടെ ലജ്ജയും എന്നോട് ചെയ്ത സർവ്വദ്രോഹങ്ങളും മറക്കും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ബദ്ധരായി കൊണ്ടുപോകുമാറാക്കുകയും അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടിവരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്നറിയും. ദൈവം ഓരോ പടിപടിയായിട്ട് അവരെ തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള പ്രോമിസ് ഇത് കാലങ്ങളായിട്ട് ഇത് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോമിസാണ്. എഹെസ്കേൽ 11-17 ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. വീണ്ടും എഴുതിയിരിക്കുകയാണ്, ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. എഹെസ്കേൽ 34-13 ഞാൻ അവയെ ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളും മേയിക്കും. നമുക്കറിയാം, ഈ കേരളത്തിലുള്ളവർ പോലും, ഇപ്പം കേരളത്തിലും മണിപ്പൂർ കുറേ പേരുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു, അവരെല്ലാം ഇപ്പം തിരിച്ചുപോയി. കാരണം ലോകത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലുള്ളവരെല്ലാം തിരിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നും ഇനി ആരും തന്നെ ഇല്ല, എല്ലാവരും ഇസ്രായേലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം ആകെയുള്ള ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബാക്കിയുള്ളവരെല്ലാം തിരിച്ച് മടങ്ങി ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട്. ഈ അവിടെ കാണുന്ന ഈ 7.5 മില്യൺ ആൾക്കാർ എന്ന് പറയുന്നത് ഈ മടങ്ങി വന്നവരുടെ തലമുറകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. യെശയ്യാ പ്രവചനത്തിൽ എടുത്തു കഴിഞ്ഞാൽ യെശയ്യാ പ്രവചനം 11-12 അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തെ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹാമിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചേറിപ്പോയ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇനിയും കൈനീട്ടും. ഒന്ന് കൈനീട്ടി അവരെല്ലാം വന്നു, ഇനിയും കൈനീട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതൊന്നും കൂടി, ഇത് അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിന് മുമ്പുള്ള സമയത്ത് ഉള്ള സംഭവമാണ്. ആ സമയത്ത് കൈനീട്ടും, അവരെല്ലാവരെയും കൂട്ടിച്ചേർക്കും എന്നുള്ള ഒരു പ്രോഫസിയാണ്. യെശയ്യാ 43-5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ സന്തതി ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ച് എൻ്റെ മഹത്തിനായി സൃഷ്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. യെരമ്യാവ് 23-3 വാക്യത്തിൽ എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവരായി ഞാൻ അവയെ നീക്കിക്കളഞ്ഞ് ഇരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവരുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും.
അതും യെരമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ യോവേൽ പ്രവചനം 3-ാം അധ്യായം ഫുള്ളായിട്ട് നിങ്ങൾ സമയമുള്ളവർ അത് വീട്ടിലൊന്ന് വായിച്ചാൽ മനസ്സിലാവും. യഹൂദയുടെ യെരൂശലേമിൻ്റെയും സ്ഥിതി മാറ്റാനുള്ള നാളുകളിലും കാലത്തിലും അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇത്. ഇതെല്ലാം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടും കൂടെയാണ് ഇത് ആകേണ്ടത്. ഇത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ. ഈ അത്തി എന്ന് പറയുന്നത് യഹൂദനെ ഉദ്ദേശിച്ചാണ് എന്നാണ് പറയുന്നത്. അപ്പോഴേ അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുന്നു. അത് തുടങ്ങിയ സമയത്ത് 1945 ബാൽഫർ ഡിക്ലറേഷൻ കഴിഞ്ഞുകൂടി അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് 1948 മെയ് മാസത്തിൽ അത് പൂർത്തീകരിച്ചു, അത് ഡിക്ലെയർ ചെയ്തു. അവസാനമായിട്ട് ട്രംപിൻ്റെ പീരീഡിലാണ് യെരുശലേം ടെല്ലവീവിൽ നിന്ന് യെരുശലേം ക്യാപിറ്റലായിട്ട് ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ഇസ്രായേൽ ഇതായിട്ട് വന്നായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ ഇസ്രായേൽ പലതരമായിട്ടുള്ള പീഡനത്തിൽ കൂടി കടന്നു പോകും. കാരണം എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവൻ്റെ രക്തം ഞങ്ങളുടെ സന്ധികളിലും വരട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ ക്രൂശിച്ചവരാണ്. അതുകൊണ്ട് ഈ പീഡനത്തിൽ കൂടി എല്ലാം കടന്നുപോയി അവസാനം കർത്താവ് അവരെല്ലാം റിസ്റ്റോർ ചെയ്യും. കാരണം ദൈവത്തിൻ്റെ വലിയ പ്രോമിസാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവരെ അവകാശികളായിരിക്കുമെന്നും അവരുടെ അവകാശം ശാശ്വതമായിരിക്കുമെന്നും ദൈവത്തിൻ്റെ പ്രോമിസാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ മഹത്വ പ്രത്യക്ഷതയിൽ ആൻറ്റിക്രൈസ്റ്റിനെ തോൽപ്പിക്കാനായിട്ട് വരുന്നൊരു സമയമുണ്ട്. ഒലിവുമലയിൽ അവൻ കാൽ ചവിട്ടും. ആ സമയത്ത് ഇവർ വന്ന് ഈ കർത്താവിൻ്റെ കൈ പിടിച്ചു. കാരണം ആൻറ്റിക്രൈസ്റ്റിനെ തോൽപ്പിച്ച് കഴിയുമ്പോൾ ഇത് ആരാ ചെയ്തതെന്ന് അറിയാനായിട്ട് ഇവർ വന്ന് കർത്താവിൻ്റെ കൈ പിടിച്ച് മുത്തിക്കഴിയുന്ന സമയത്താണ് അവർ റിയലൈസ് ചെയ്യുന്നത് ഇത് യേശുവാണ്, നേരത്തെ വന്നതാണ്, ഞങ്ങളവനെ ക്രൂശിച്ചാണ്. അപ്പോഴവിടെ വലിയൊരു അനുതാപവും വലിയൊരു കരച്ചിലും ഒക്കെ ഉണ്ടാവും. അന്നേരം യെശയ്യാ പ്രവചനം അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാ പ്രവചനം 66-ന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനെ നോവ് കിട്ടിയ ഉടനെ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം യെശയ്യാ പ്രവചനത്തിനകത്ത് പറയുന്ന 66-ന്റെ 8. യെശയ്യാവ് 60-14 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിന്നെ ക്ലേശിപ്പിച്ചോടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സിയോൻ എന്നും വിളിക്കും. ഇതും കർത്താവ് വന്നതിന് ശേഷമുള്ള ചില ആൻറ്റിക്രൈസ്റ്റിനെ തോൽപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 11-25-26 ഇത് തന്നെ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്: സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ വാക്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കർത്താവാണെന്നുള്ള തിരിച്ചറിവ് വന്ന് അവർ അനുദപിക്കുമ്പോൾ അവരെ എല്ലാം കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അങ്ങനെ അത് നടക്കും, അങ്ങനെ അത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോഴേ ഈ ഇസ്രായേൽ പല പീഡയിൽ കൂടി കടന്നു പോയെങ്കിലും അതിൽ നിന്നെല്ലാം അവരെ വിടുവിച്ച് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവരെ കർത്താവ് പ്രവേശിപ്പിക്കും എന്നുള്ള ആ സമയത്ത് ജീവിച്ചിരിക്കുന്നത്. മരിച്ചുപോയൊരു കർത്താവിൽ മരിക്കാത്തവരെ അവർക്ക് നിത്യനരകം തന്നെ ഉള്ളൂ, എല്ലാവർക്കും വേറെ കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഓൾറെഡി യേശുവിനെ അവരുടെ മുമ്പിൽ വരച്ച് കിട്ടിയിട്ടും അവർ അക്സെപ്റ്റ് ചെയ്യാതെ ക്രൂശിച്ചവരാണ്. അവർക്ക് പിന്നെ നിത്യനരകമല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലിൽ വലിയ യുദ്ധം നടക്കുകയാണ്.
2023 ഒക്ടോബർ മാസം 7 ആരംഭിച്ച ഹമാസ് വാർ, ഗാസയിലുള്ള യുദ്ധം എന്ന് തീരും എന്ന് അറിയത്തില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉള്ള എല്ലാ യുദ്ധങ്ങളെക്കുറിച്ചും ഇസ്രായേൽ അഭിമുഖീകരിച്ചിരിക്കും. കാരണം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ കാര്യങ്ങളെല്ലാം ഇസ്രായേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അവരെക്കുറിച്ചുള്ള പ്രവാചകവും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ്. ഈ നേരത്തെയുള്ള യുദ്ധങ്ങളെക്കുറിച്ചും എല്ലാം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഈ ഇസ്രായേൽ പോയിരിക്കുന്ന ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. കാരണം അവർ പോകുന്ന കണ്ടീഷനെക്കുറിച്ചൊക്കെ പ്രവാചകം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ഈ ഹമാസ് വാറിനെ കുറിച്ച് പോലും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ മറന്നുപോയത്. കാരണം അതാണ് പറയുന്നത്, ബൈബിളിൽ നമുക്ക് ഒരു കാര്യത്തിനും ഉത്തരം കിട്ടാതിരിക്കത്തില്ല. എൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്കൊന്നിനും ഉത്തരം കിട്ടാതിരിക്കുകയില്ല. നമുക്ക് വേണ്ടതൊക്കെ ദൈവം അതിനകത്ത് എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ മറന്നുപോയത്. പിന്നെ പല ആളുകൾ പല രീതിയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പ്രവാചകം ഒക്കെ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും. എന്നാൽ സ്ഥലങ്ങളുടെ പേരുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇന്ന സ്ഥലത്ത് ഇന്ന റയോട്ട് നടക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ നടക്കും, അതിനെക്കുറിച്ചാണല്ലോ അത് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ഇപ്പം നമുക്കറിയാം. ഇപ്പോഴും ഉക്രൈനിൽ വാറ് അത് ഇതുവരെയും തീർന്നിട്ടില്ല. റഷ്യ ഉക്രൈൻ വാറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ ഉക്രൈനിലും യഹൂദന്മാർ ഒരുപാട് സെറ്റിൽ ചെയ്ത സ്ഥലമാണ്. യഹൂദന്മാരുടെ തലമുറ ഉക്രൈനിലും ഇപ്പോഴും ഉണ്ട്. അവിടെ ഭരിക്കുന്ന ആളും അവിടുത്തെ പ്രൈം മിനിസ്റ്ററും യഹൂദ പാരമ്പര്യമുള്ള ആളാണ്. അന്നേരം അയാൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം റഷ്യയിൽ നിന്ന് അവിടുന്ന് മിസൈൽ പോകുമ്പോൾ തന്നെ എലോൺ മസ്ക് കൊടുത്ത സാധനത്തിനകത്ത് നിന്ന് അവന് നോട്ടീസ് കിട്ടും, ഇന്നടത്തേക്ക് വരുന്നുണ്ട്, സാധനം വരുന്നുണ്ട്, അവിടുന്ന് മാറിക്കൊള്ളാൻ. അതുകൊണ്ട് അവനെ കൊല്ലാനായിട്ടൊന്നും പറ്റത്തില്ല, വലിയ പാടാണ്. കാരണം അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചാലും പറ്റത്തില്ല. കാരണം ഇസ്രായേൽ ആ രീതിയിലുള്ള ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റും അതുപോലെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം അവരുടെ മേലുണ്ടെന്ന് നമ്മൾ മറന്നുപോയത്. കാരണം ദൈവം പറഞ്ഞ വാക്ക് മാറ്റി പറയുന്ന ദൈവമല്ല, പറഞ്ഞത് തന്നെയാണ്, വാക്കുകൾ മാറ്റുന്ന ദൈവമല്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വാറിനെക്കുറിച്ചും ദൈവവചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് ഉള്ള റെഫറൻസസ് മാത്രമാണ് ഇന്ന് പ്രധാനമായിട്ട് പറഞ്ഞത്. എന്താണ് ഇസ്രായേൽ മക്കൾക്ക് ഈ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്നും ദൈവം അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ള ചില വാക്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് അവരെ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നവരെ കൂട്ടിവരുത്തും എന്ന് ദൈവം പറഞ്ഞ ആ പ്രോമിസുകളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. അതുകൊണ്ട് എന്താ കാണിക്കുന്നത്? ഇത് ഒരു തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമായിട്ട് കാണുകയാണ്. എന്തിനാണ് ലക്ഷ്യം? കർത്താവ് വരാറായി എന്നുള്ള ലക്ഷ്യമായിട്ട് നമ്മൾ കാണുകയാണ്. ഇനിയും കുറേ കാര്യങ്ങളൂടെ നടക്കാനുണ്ട്, അത് ഈ ദിവസങ്ങളിൽ നടക്കും. അതുകൊണ്ട് കർത്താവ് അതിനു മുമ്പ് രഹസ്യമായിട്ട് വന്നതുകൊണ്ട് വിശുദ്ധന്മാരെ ചേർക്കും. പരസ്യവരവിൻ്റെ കാര്യമാണല്ലോ ഇതെല്ലാം ഈ പറയുന്നത്. രഹസ്യവരവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. രഹസ്യവരവ് നമുക്ക് വിശ്വാസികൾക്കുള്ളതാണ്. കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നുള്ളത് വിശ്വാസികൾക്കായിട്ടുള്ള, യഹൂദന്മാർക്കുള്ളൊരു കാര്യമായിട്ടല്ലല്ലോ അത് പറയുന്നത്, വിശ്വാസികൾക്കുള്ളതാണ്. അതായത് ആ വിശ്വാസികൾക്കുള്ള കാര്യം 2 തെളിവ് മാത്രമാണുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ 2 തെളിവാണ്. ഒന്ന് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതാണ് ഒരു തെളിവ്. നമ്മുടെ ഉള്ളിൽ ആദ്യകാലത്ത് ആത്മാവ് വന്നു. രണ്ടാമത് കർത്താവിൻ്റെ വചനം സർവ്വജാതികളുടെയിലും ഘോഷിക്കപ്പെടുമ്പോൾ അവൻ്റെ വരവുമാവും. ഇത് രണ്ടുമാണ് വിശ്വാസികൾക്കുള്ള അടയാളം. മറ്റുള്ള അടയാളം എന്ന് പറയുന്നത് യഹൂദന്മാർക്കുള്ള അടയാളമാണ്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർക്കുള്ള അടയാളമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയുള്ള അടയാളത്തെക്കുറിച്ചാണ് നമ്മളീ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് വരാറായി. അതിനു മുമ്പ് ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിന് 7 വർഷത്തിന് മുമ്പ് നമുക്ക് റപ്ചറുണ്ട്, വീണ്ടെടുപ്പുണ്ട്. അപ്പോഴേ ഇവിടെ നിന്ന് ദൈവം ഉയരത്തിലേക്ക് മേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടും. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വരവെങ്കിൽ വിട്ടുകളയപ്പെടുവാനായിട്ടല്ല കർത്താവേ, ഞങ്ങളിതിൻ്റെ വരവെങ്കിൽ നിന്നോട് ചേർന്ന് ആയിരിക്കാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ യഹൂദന്മാരെ തേടി വരുമ്പോഴേ കർത്താവെ അവരെ രക്ഷിക്കാനായിട്ട്, ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിൽ നിന്ന് അവനെ തോൽപ്പിക്കാനായിട്ട് വരുമ്പോഴേ
കർത്താവെ അവരെ വീണ്ടെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. ഈ ദിവസങ്ങളിലെ ഈ ചിന്തകളൊക്കെ കർത്താവെ നിന്നോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുവാനായി കാരണമാക്കി തീർക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമേ, നീ അതുകൊണ്ട് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിലെ അടഞ്ഞിരിക്കുന്ന ഗർഭത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എലിസബത്തിൻ്റെ ഗർഭത്തെ തുറന്നു. കർത്താവെ, നീ അതുപോലെ കർത്താവെ സാറയുടെ ഗർഭത്തെ തുറന്നു. കർത്താവെ, മച്ചിയായിരിക്കുമ്പോൾ നിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴേ നീ അതിന് ഉത്തരം കൊടുത്തു. കർത്താവെ, ഇന്ന് നിൻ്റെ സന്നിധിയിലെ വിനയത്തോടുകൂടി നിന്നോട് അപേക്ഷിക്കുന്നവർക്ക് നീ ഇന്നും കർത്താവെ ഉത്തരം കൊടുക്കുന്ന ദൈവമായുണ്ട്. സ്തോത്രം. ഈ വ്യക്തികളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു മിറക്കിൾ അവരുടെ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ അവർക്ക് കുഞ്ഞുങ്ങളെ, തലമുറകളെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുകയാണല്ലോ കർത്താവെ, നീ ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, വാർദ്ധക്യ ക്ഷീണങ്ങളിലിരിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് വലിയ പ്രത്യാശ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ഇരിക്കുന്നവർക്കൊക്കെ കർത്താവെ, പ്രായാധിക്യം അത്രയും ആയിട്ടില്ല, എന്നാലും കർത്താവെ നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന ചില വ്യക്തികൾക്ക് അവർക്കൊക്കെ ആരോഗ്യം കൂടുതലായിട്ട് കൊടുക്കണമേ. അവർക്ക് ചില പ്രയാസങ്ങൾ കർത്താവെ ശരീരത്തിലുള്ളതെല്ലാം മാറി കർത്താവെ ആരോഗ്യത്തോടെ ഇരിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നരയ്ക്കോളം ചുമക്കാമെന്നുള്ളൊരു വാഗ്ദത്തമുണ്ട്. കർത്താവെ, നീ വാർദ്ധക്യത്തിന് ഫലം കായ്ക്കുമെൻ്റെ വാഗ്ദത്തമുണ്ട്. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കുകയും ബലപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ ഏത് വിഷയമായാലും നിങ്ങൾ അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ദൈവം കാണിച്ചു തരുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നാൽ എല്ലാ വിഷയത്തിനും ദൈവം ഉത്തരം തരും. വിശ്വസ്തയോടെ ഇത് കാണുക, പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങളുടെ ടീമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.